സഹോദരന് പകരമായി പെൺകുട്ടിയാവട്ടെ ഒരു ആൺവേഷം കെട്ടി ക്ലാസ് മുറിയിലേക്ക് എത്തുന്നു. കേറുന്ന വഴിക്ക് പെൺകുട്ടിയുടെ ബാഗ് അടുത്തുണ്ടായിരുന്ന യുവാവിന്റെ തലയിൽ തട്ടുന്നുണ്ട്. അയാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ക്ലാസ്സിലുള്ള മറ്റെല്ലാവർക്കും ആ യുവാവിനെ പേടിയായിരുന്നു. ആ പുരുഷൻ അധികം ആരുമായി അടുപ്പം കാണിക്കുന്ന ഒരാളല്ലായിരുന്നു. പെൺകുട്ടിയുമായി ആ യുവാവ് ഒരു പ്രശ്നത്തിന് ഒരുങ്ങുകയായിരുന്നു. എന്നാൽ ഈ സമയത്ത് പെട്ടെന്ന് തന്നെ അയാൾക്കൊരു ഫോൺ കോൾ വരുന്നു. അതോടെ അയാൾ പുറത്തേക്ക് പോകുന്നു. ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചറെ പോലും അവൻ അവഗണിച്ചു പോകുന്നത് കണ്ടിട്ട് അവൻ അത്ര ചില്ലറക്കാരനല്ല എന്ന് പെൺകുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് ഒരു ക്ലാസ്മേറ്റ് ആവട്ടെ അവളോട് പറയുന്നുണ്ട് അയാൾ പ്രിൻസിപ്പാളിന്റെ മകനാണെന്നും അവനോട് അധികം പ്രശ്നത്തിന് പോവാതിരിക്കുന്നതാണ് അവൾക്ക് നല്ലത് എന്ന് പറഞ്ഞ് അവളെ വാൺ ചെയ്യുന്നു. പെൺകുട്ടിയുടെ ആൺവേഷമാവട്ടെ ക്ലാസ്മേറ്റ് ആയിരുന്ന പല പെൺകുട്ടികളെയും ആകർഷിക്കുന്നുണ്ട്. അവരിൽ നിന്ന് രക്ഷപ്പെടാനായി പെൺകുട്ടിയാവട്ടെ വേറെ മാർഗങ്ങളൊന്നുമില്ലാതെ ലോക്കർ റൂമിൽ അടച്ചിരുന്നിട്ട് തന്റെ സഹോദരനെ വിളിക്കുന്നു. സഹോദരനോട് അവൾ സ്കൂളിലേക്ക് മടങ്ങി വരാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ സഹോദരനാവട്ടെ എബ്രോഡിൽ വെക്കേഷൻ ആണെന്നും ഒരാഴ്ച കൂടി കഴിഞ്ഞേ സ്കൂളിലേക്ക് മടങ്ങിയെത്തൂ എന്ന് പറയുന്നു. ഈ സമയം പെൺകുട്ടിയുടെ ആൺവേഷത്തിൽ ആകർഷണരായിട്ടുള്ള പെൺകുട്ടികളാവട്ടെ ലോക്കർ റൂമിന്റെ മുൻപിൽ വന്ന് ബഹളം വെക്കുന്നുണ്ട്. പെൺകുട്ടികൾ എന്തിനാണ് ലോക്കർ റൂമിന്റെ മുൻപിൽ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നതെന്ന് അറിയാൻ യുവാവിന് ഈ സമയത്ത് ആകാംക്ഷ തോന്നുന്നു. അങ്ങനെ അവരുടെ അടുത്തേക്ക് അയാൾ ചെല്ലുന്നുണ്ട്. പക്ഷേ യുവാവിനെ കണ്ടതും അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളെല്ലാം തൽക്ഷണം പേടിച്ച് അവിടെ നിന്ന് പോകുന്നു. ശല്യക്കാരായ പെൺകുട്ടികളെ ഒഴിവാക്കാനായി ആ പെൺകുട്ടിയാവട്ടെ ഈ സമയം കൊണ്ട് തന്നെ തന്റെ ആൺവേഷമൊക്കെ മാറ്റി തന്റെ സ്വന്തം വസ്ത്രം ധരിച്ച് പുറത്തേക്ക് വരുന്നു. പക്ഷേ യുവാവ് ഈ സമയം പുറത്തുണ്ടാവുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. ആദ്യ കാഴ്ചയിൽ തന്നെ യുവാവിന് അവളോട് പ്രണയം തോന്നുന്നു. പെൺകുട്ടിയുടെ പേരെന്താണെന്ന് അയാൾ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ അവനെ അവഗണിച്ച് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് അവളുടെ ഒരു കമ്മൽ താഴേക്ക് വീഴുന്നുണ്ട്. തറയിൽ വീണ കമ്മൽ യുവാവ് എടുത്തിട്ട് വീണ്ടും അവളെ മീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിൽ വിചാരിക്കുന്നു.